നമസ്കാരം. ടേസ്റ്റ് ഓഫ് കേരള ഫ്ലവേഴ്സ് USA ഓണസദ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കൻ മലയാളി വീട്ടമ്മമാരുടെ രുചിക്കൂട്ടും കൈപുണ്യവും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാനായി ഇന്ന് നമ്മോടൊപ്പം കവിത കണക്റ്റിക്കറ്റിൽ നിന്ന് എത്തുന്നു. How are you? Good, Shana. How are you? I'm very good. ഓണമൊക്കെ അടുത്തിരിക്കുവാണല്ലോ. എന്തൊക്കെയുണ്ട് കണക്റ്റിക്കറ്റിലെ ഓണം വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾ ഓണത്തിന്റെ തയ്യാറെടുപ്പിലാണ്. അതിന്റെ പ്രെപ്പ് വർക്ക് ഒക്കെ നടക്കുന്നു ഇപ്പം. വെരി നൈസ്. ഇവിടെയും ഞങ്ങൾ ഷിക്കാഗോയിലാണ്. ഇവിടെയും പ്രെപ്പ് വർക്ക് ഒക്കെ നടക്കുന്നു. അപ്പം കവിത ഇന്ന് നമ്മുടെ ഓണ സദ്യക്കൂടെ ഏത് സ്പെഷ്യൽ ഡിഷാണ് പാചകം ചെയ്യാൻ പോകുന്നത്? ഞാൻ നിങ്ങൾക്കായിട്ട് ഓണ സദ്യയുടെ ഒരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലെ എല്ലാ ഐറ്റംസും ആയിട്ടുള്ള ഒരു സദ്യ കേക്കാണ്. കേക്കിൻ്റെ ഫ്ലേവർ നമ്മൾ കോക്കനട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിനെയും ഓണത്തിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ട് കോക്കനട്ട് ആയിരിക്കും ബെസ്റ്റ് ഫ്ലേവർ എന്ന് തോന്നി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓണം എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പായസം എന്നല്ലേ ഓർക്കുന്നത്, ഡെസേർട്ട് ആയിട്ട്. അപ്പോൾ കേക്കൊക്കെ ഒരു വളരെ പുതുമയുള്ള കാര്യമാണല്ലോ. സോ ഇതിന്റെ പേരെന്താ? സദ്യ കേക്ക് എന്നാണ് പറഞ്ഞത് അല്ലേ കവിത? സദ്യ കേക്ക്, അതെ അതെ, സദ്യ കേക്കാണ്. ഓണത്തിനെ കൺസിഡർ ചെയ്തിട്ട് എഗ്ലെസ്സുമാണ്. അപ്പൊ നമുക്ക് പായസത്തിന് പകരം വേണമെങ്കിൽ ഈ കേക്ക് കഴിക്കാം. ഓ വെരി നൈസ്. അപ്പൊ ശരിക്കും യുണീക്ക് ആണ്. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് റെസിപ്പി പഠിക്കാനായിട്ട്. അപ്പം എന്തൊക്കെയാണ് കവിത കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? അപ്പം നമ്മളിത് കുറച്ച് സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബേക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പം നമുക്കിവിടെ ഒരു 2.5 കപ്പ് മൈദ, ഒരു 1.5 കപ്പ് പഞ്ചസാര, 1 കപ്പ് ഷ്രെഡഡ് കോക്കനട്ട്, 1 കപ്പ് പാല്, 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബട്ടർ ഇല്ല, പകരം വെളിച്ചെണ്ണയാണ്. അപ്പം ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ, പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1.5 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മൾ ACV ആണ്, ആപ്പിൾ സൈഡർ വിനിഗർ, അതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാനിത് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ഒരു 9/13 സൈസുള്ള കേക്ക് പാനിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒരു ആഡഡ് എസെൻസിനായിട്ട്, ഒരു ഫ്ലേവറിനായിട്ട് കോക്കനട്ട് എസെൻസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ കോക്കനട്ട് എസെൻസ് യൂസ് ചെയ്താൽ മതി. വെരി നൈസ്. കവിത അല്ലെങ്കിലും ഒത്തിരി കുക്ക് ചെയ്യുന്ന ഒരാളാന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ കവിതയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാറുണ്ട്. അതെയോ? അതെ. വെരി എക്സൈറ്റിംഗ്. താങ്ക് യു. സോ കവിത, നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്? അപ്പം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഞാൻ ആക്ച്വലി അത് ഡബിൾ ചെയ്തിട്ട് 2 കേക്കാണ് ബേക്ക് ചെയ്തത്. അത് ലെയർ ചെയ്ത് നടുവിൽ ബട്ടർ ക്രീം ഇട്ട് ഇതിങ്ങനെ സെറ്റാക്കി വെച്ചു. അപ്പം നമ്മൾ നല്ലോണം കൂൾ ഡൗൺ ചെയ്തിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പം ഇതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഐസ് ചെയ്യണം. ബട്ടർ ക്രീം വെച്ചിട്ടാണ് ഐസ് ചെയ്യുന്നത്. ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് പൗഡേർഡ് ഷുഗർ ആൻഡ് ബട്ടർ വെച്ചിട്ടാണ്. സോ കവിത, ഇതിന്റെ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ US അവൈലബിൾ ആണോ? എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷ്രെഡഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്നതാവും നല്ലത്. ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ആ ഒരു നല്ല ഒത്തന്റിക് ടേസ്റ്റും ഒക്കെ ഉണ്ട് അതിന്. ഓ ഡെഫിനറ്റ്ലി. ഞങ്ങൾ ഷിക്കാഗോയിലാന്ന് പറഞ്ഞല്ലോ. ഇവിടെയും ഒത്തിരി ഗ്രോസറി സ്റ്റോഴ്സിൽ അത് കണ്ടിട്ടുണ്ട്. ഞങ്ങളും വീട്ടിൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെ അല്ലേ? അതെ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ കേക്ക് ഐസ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിവിടെ ബട്ടർ ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ബട്ടർ ക്രീം ഇതിൻ്റെ എല്ലാ സൈഡിലും മുകളിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് ബാക്കി ഡെക്കറേഷൻസ് ചെയ്യുള്ളൂ. സോ കവിത വളരെ ഫ്രീക്വന്റ് ആയിട്ട് ബേക്ക് ചെയ്യുന്ന ഒരാളാന്ന് തോന്നുന്നു. അപ്പൊ കവിത പല ടൈപ്സ് ഓഫ് കേക്ക്സ് ബേക്ക് ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ ഏതാ കവിതയുടെ ഫേവറേറ്റ് കേക്ക്? എന്റെ ഫേവറേറ്റ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേക്ക് കുറെ ബേക്ക് ചെയ്യാറുണ്ട്. ഫേവറേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മ്യൂറൽ പെയിന്റിങ് അതുമല്ല ഞാൻ ചെയ്തു. അപ്പൊ കേക്കിൽ പെയിന്റ് ചെയ്തിട്ട് ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതായിരുന്നു. അപ്പൊ അതാണ് എന്റെ ഫേവറേറ്റ് കേക്ക്.
ഓ അത് ശരി, മ്യൂറൽ പെയിന്റിംഗ് ചെയ്തിരുന്നതില്. മ്യൂറൽ പെയിന്റിംഗ് കേക്കിൽ ചെയ്തു. ദാറ്റ്സ് അമേസിംഗ്. സോ കവിത, ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് കവിത കേക്ക് ഐസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് ചെയ്യണ്ടേ? അപ്പൊ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇതിന്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാർഡ് ആവുന്ന വരെ ബട്ടർ ക്രീം. അപ്പോൾ ഒരു 2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എങ്ങനെ ഇതിന്റെ ഡെക്കറേഷൻസ്? അപ്പോൾ ഡെക്കറേഷന് ഞാൻ ഫോണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോണ്ടന്റിന് നമുക്കിത് ഇതുപോലെ ഒരു സിലിക്കോൺ മാറ്റ് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നീറ്റായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ ഇതുപോലെ ഉള്ള റോളിംഗ് പിൻസ് അത് ആവശ്യമുണ്ട്. പിന്നെ ഏതൊക്കെ കളേഴ്സാണ് ഫോണ്ടന്റ് എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു വാഴയിലക്കായിട്ട് ഗ്രീൻ, പിന്നെ ചോറുണ്ടാക്കാൻ വൈറ്റ്, ക്യാരറ്റ് ഉണ്ടാക്കാൻ ഓറഞ്ച്, അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് ഫോണ്ടന്റ് വെച്ചിട്ട് ആണ് ഞാൻ ചോറുണ്ടാക്കിയത്. ചോറ് ഇപ്പം ഈ സദ്യയിലേക്ക് ഒന്ന് വിളമ്പാൻ കുറേ വേണ്ടത് കാരണം മക്കളുടെ ഹെൽപ്പോട് കൂടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. എവിടെയാണ് കവിതയുടെ മക്കൾ? അവരെ നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ. തീർച്ചയായും. ഹായ് ദേർ, എന്താ പേര്? ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ പേര് അമല. സോ നിങ്ങൾ അമ്മയെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? എനിക്ക് ബേക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ ഞാൻ അമ്മേൻ്റെ കൂടെ ചില പ്രാവശ്യം ബേക്ക് ചെയ്യാറുണ്ട്. ഞാൻ പറ്റുന്നത്ര അമ്മേനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ കൂടുതൽ അമ്മ ഉണ്ടാക്കുന്ന കേക്കൊക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓ വെരി നൈസ്. ഞാനും അതുപോലെ തന്നെയായിരുന്നു, അതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അരിയുടെ ഫോണ്ടാന്റ് കൊണ്ടുള്ള അരി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഹെൽപ്പ് ചെയ്ത്. അതിന്റെ ഒരു പ്രോസസ് ഒന്ന് പറയാമോ? ഈ ഫോണ്ടന്റിന്റെ ഒരു കുഞ്ഞി കഷ്ണം നമ്മൾ വളരെ കുറച്ച് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കൈയും കൊണ്ട് അതിനെ റോൾ ചെയ്യുക ജെന്റിലായിട്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ലോങ് പീസായിട്ട് വരും, ഒരു ചോറിൻ്റെ ഒരു ഇതുപോലെ ഗ്രെയിനായിട്ട്. അതങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചോറായിട്ട് തന്നെ തോന്നും. അപ്പം ഞാൻ ഇവരിവിടെ നിന്ന് ഈ ചോറ് ഉണ്ടാക്കിക്കോട്ടെ. ഞാനൊരു ബനാന ലീഫ്, വാഴയില നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഗ്രീൻ ഇത് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എക്സാക്ടോ നൈഫ് വെച്ചിട്ട് നമുക്കിതിനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ, അത് നമ്മുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇല ഇപ്പം അത് എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് ആ ഒരു ഇലയുടെ ലുക്ക് കൊടുക്കാനും നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഫോണ്ടന്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഒരു ലൈൻ ഇങ്ങനെ നടുക്ക് വരച്ചാൽ നമ്മുടെ വാഴയുടെ ഇലയുടെ നടുക്കുള്ള ഒരു വര വന്നു. പിന്നെ ഇതുപോലത്തെ ഒരു ബോൾ ടൂളുണ്ട്, അത് വെച്ച് കുറച്ച് ലൈൻസ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വാഴ ഇലയുടെ ആ ഒരു സൈഡിലുള്ള വരകളൊക്കെ നമുക്ക് കിട്ടും. അതിനുശേഷം അതൊന്ന് എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രൗൺ കളർ ഫുഡ് കളർ വെച്ചിട്ട് ചെറുതായിട്ട് അതിലേക്കൂടെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കളർ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് എ പെർഫെക്റ്റ് വാഴയില. ഓ വെരി നൈസ്, താങ്ക് യു. ഇത് വളരെ യൂസ്ഫുൾ ടിപ്സ് ആണ്. ബിക്കോസ് എല്ലാവരും ഇത്ര ആർട്ടിസ്റ്റിക് അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നാൽ വി കൻ ട്രൈ ടു റീക്രിയേറ്റ് ദാറ്റ്. അതാ ഒരു ടെക്നിക്ക് അറിയണമെന്നേ ഉള്ളൂ, അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ഓ വെരി ഗുഡ്. അടുത്ത പ്രാവശ്യം എന്റെ പേരൻസ് ഒക്കെ അബ്രോഡിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം, അവരൊന്ന് ഇംപ്രസ് ചെയ്യാമല്ലോ. എന്തായാലും ഒരു വാഴയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അത് തന്നെ. അപ്പൊ നമ്മുടെ ബ്യൂട്ടിഫുൾ വാഴയില ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അല്ലേ കവിത? അതെ, നമ്മുടെ വാഴയില റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ കുറച്ച് ബ്രൗൺ കളേഴ്സ് കൊടുത്തു, ലൈൻസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിനൊരു ഗ്ലോസി ഫിനിഷ് നമുക്ക് വരുത്താനായിട്ട് വി ക്യാൻ യൂസ് വെജിറ്റബിൾ ഷോർട്ടനിങ് ആൻഡ് ഓയിലിൻ്റെ മിക്സ്ചർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഉണങ്ങിയതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/2 hour വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലോസ് ശരിക്കുണ്ടാവും. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ്. മക്കളിവിടെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, വാഴയിലയും റെഡിയാണ്. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വേറൊരു പ്രത്യേക കാര്യം, വാഴയില ഇതുപോലെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പം ഒരു ടേപ്പ് യൂസ് ചെയ്ത് കേക്കിനെ ഒന്ന് മെഷർ ചെയ്തിട്ട് അതിൽ ഇത് കൊള്ളുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. ഓക്കെ, ടേപ്പ് ഉണ്ടല്ലേ? അതിനൊരു സ്പെഷ്യൽ മെഷറിംഗ് ടേപ്പ് വല്ലതും ഉണ്ടോ ബേക്കിങ്ങിന് വേണ്ടി? ഇല്ല, യൂഷ്വൽ മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് അത് കറക്റ്റായി നിൽക്കുന്നുണ്ടോ എന്നുള്ളതും എക്സസ് ഉണ്ടോ എന്താന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. പെർഫെക്റ്റ്. അപ്പൊ ഇതെല്ലാം ആയി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ
നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഫോണ്ടൻ്റ് ഇട്ട് കവർ ചെയ്യണം. അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചോയ്സ് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഒരു മാർബിൾ നിലത്ത് ഇലയിട്ടിരിക്കുന്ന ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഒരു മാർബിൾ ലുക്കാണ് ആക്കാൻ പോണത്. അപ്പം അതിന് നമ്മൾ വൈറ്റ് ഫോണ്ടൻറ്റും ബ്ലാക്ക് ഫോണ്ടൻറ്റും, ബ്ലാക്ക് കുറച്ച് മതി, രണ്ടും കൂടി റോൾ ചെയ്തിട്ട് നേരത്തെ കാണിച്ച അതേ പ്രോസസ്സിൽ ഒരു റോളിംഗ് പിന്ന് വെച്ച് പരത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർബിൾ എഫക്റ്റ് വരും. ഓക്കെ, സോ കവിത ഇതൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി എക്സ്റ്റെൻസീവ് ടൈം എടുക്കാറുണ്ടോ? അതോ ഇസ് ഇറ്റ് ഡെവലപ്ഡ്, ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണോ? അതെ, പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ മാതിരി ആദ്യമൊക്കെ കുറേ സമയം എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്ത് ഫോണ്ടൻറ്റ് കൊണ്ട് ഉള്ള കേക്ക്സാണ് എനിക്ക് ഏറ്റവും ഈസി. അപ്പം അത് ശീലമായി. അപ്പം അത് കുറച്ച് കാലം കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഡെഫിനറ്റ്ലി. കവിത, നമ്മുടെ വളരെ സ്പെഷ്യൽ കേക്ക് ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിപ്പം ഇതിന്റെ അവസാനത്തെ ഭാഗമായിട്ട് നമ്മൾ ഡെക്കോർ എല്ലാം ചെയ്യുമ്പോഴാണ്. അതൊന്ന് കാണിച്ചു തരാമോ കവിത? ഞാൻ നേരത്തെ കാണിച്ച വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫോണ്ടന്റ് വെച്ച് പരത്തി ഈ മാർബിൾ ഡിസൈൻ ഇവിടെ റെഡിയാക്കി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാഴയില എടുത്തു വെക്കാം. ഇതിപ്പോൾ കുറച്ച് നേരമായ കാരണം കുറച്ച് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ആ വാഴയില അവിടെ എടുത്തു വെച്ചു. ഇനി അതിലേക്ക് നമ്മുടെ ഓരോ ഐറ്റംസ് ആയിട്ട് വെക്കാം. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ചോറ് അത് ആഡ് ചെയ്തു. പിന്നെ പഴം, പപ്പടം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. വളരെ എലാബറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതൊരു ആക്ച്വൽ സദ്യ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ കവിത? ആക്ച്വൽ സദ്യ പോലെ ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മളിപ്പം സാമ്പാർ, അവിയൽ അങ്ങനത്തെ സാധനങ്ങൾ വെക്കുമ്പം സാമ്പാറിന് ഞാനിവിടെ മുരിങ്ങക്കായ, ക്യാരറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ലിക്വിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ഹെവി ക്രീമിൽ വൈറ്റ് ചോക്ലേറ്റ് ഇടുക. ഹെവി ക്രീമും വൈറ്റ് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ട് ഒരു ലിക്വിഡ് കിട്ടും. കാരണം എല്ലാം സ്വീറ്റ് ആയിരിക്കണമല്ലോ ശരിക്കും. അപ്പം അതിന് ശേഷം അപ്പം ഞാനിത് അവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അപ്പം അത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് ഉണ്ടാവുക. അത് നമ്മൾ ഇതിൽ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഹാർഡൻ ചെയ്യും. അപ്പം അത് പെർഫെക്റ്റായി വരും. അപ്പം നമുക്ക് ഏത് ഐറ്റംസ് ആണ് സദ്യയിലേക്ക് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു കളറ്, ഫുഡ് കളർ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാമ്പാറാണെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ഒഴിച്ച് ഇതിൽ ഈ മുരിങ്ങക്കായുടെയും ക്യാരറ്റിൻ്റെയും മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ എഫക്റ്റായി. അപ്പം അങ്ങനെ ഞാൻ ഈ ഇല മുഴുവൻ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് 2 പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഷാന പറഞ്ഞ പോലെ ഒരു പാലടയും ഉണ്ട്, അതിൻ്റെ ഒപ്പം ഒരു ശർക്കര പായസവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഇല മുഴുവൻ ഞാനൊന്ന് സെറ്റ് ചെയ്യാം. ഓ ഡെഫിനറ്റ്ലി. സോ കവിത, ഇതിന്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ വളരെ അമേസിംഗ് ആയിരിക്കുന്നു. ഇത് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയുവാണെങ്കിൽ, ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ നമ്മൾ എല്ലാവരുടെയും മുമ്പേ വളരെ പ്രൊഫഷണൽ ബേക്കേഴ്സിൻ്റെ കൂട്ടി ഇരിക്കത്തില്ലേ? അതെ, നമ്മൾ നമ്മുടെ ഒരു ഇമാജിനേഷനും ഐഡിയാസും അനുസരിച്ചിട്ട് ഓരോന്ന് ചെയ്യാണ് ക്രിയേറ്റീവായിട്ട്. അപ്പം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ഓഫ് കോഴ്സ്. അതെന്തൊരു പെർഫെക്റ്റ് കേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ സദ്യ കേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. ഇത് വളരെ വളരെ യുണീക്കാണ് കേട്ടോ. അതെയോ? ഇപ്പൊ നമ്മളെല്ലാം നാട്ടിൽ നിന്ന് മാറി നിന്നാലും, അതായത് ഈ ഒരു പാൻഡമിക്കിന്റെ ടൈമില്, ഇപ്പൊ കവിത കണക്റ്റിക്കറ്റിലാണ്, ഞാൻ ഷിക്കാഗോയിലാണ്. നമ്മളിത് വെർച്വൽ ആയിട്ടാണ് ഈ ഓണസദ്യ എന്നുള്ള പരിപാടി ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഓണവും നമ്മുടെ റൂട്ട്സും ഒക്കെ ഒരിക്കലും മാറി വെക്കാനൊക്കത്തില്ല. വി ആർ ഓൾവേസ് സോ അറ്റാച്ച്ഡ് ടു കേരള അല്ലേ? അതെ അതെ, തീർച്ചയായും. ഇപ്പം ഇങ്ങനെ ഒരു വെർച്വൽ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആ ബുദ്ധിമുട്ട് അത്ര അങ്ങോട്ട് അറിയുന്നില്ല. അത് ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ടും നമ്മുടെ ആൾക്കാരുമായിട്ടും ഈ ഒരു ടൈമിന് നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നു. അതാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസിന്റെ ഒരു ഇഫക്റ്റ്. ഇറ്റ്സ് വണ്ടർഫുൾ. അതെ അതെ. കവിത, നമ്മുടെ ബ്യൂട്ടിഫുൾ ആൻഡ് യുണീക് കേക്ക് ഇപ്പൊ തയ്യാറായി കഴിഞ്ഞു. ഈ കേക്കിന്റെ മുകളിലുള്ള വാഴയില എന്തൊക്കെ ഐറ്റംസ് ആണെന്നൊന്ന് പറയാമോ? നമ്മളിവിടെ പപ്പടം വെച്ചിട്ടുണ്ട്. പപ്പടം ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത് സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഫോണ്ടൻറ്റും വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പഴം, ശർക്കര ഉപ്പേരി, ചിപ്സ്, ഓലൻ, അച്ചാർ, ക്യാബേജ് തോരൻ, അവിയൽ, മാമ്പഴ പുളിശ്ശേരി, പരിപ്പ്, സാമ്പാർ, ചോറ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത്,
പിന്നെ ഒരു അടപ്പായസവും ഒരു ശർക്കര പായസവും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സദ്യ ഐറ്റംസ്. ഫുൾ സദ്യ ഉണ്ട്. അപ്പം എനിക്ക് ആ വണ്ടർഫുൾ കേക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയി. സോ അവിടെ ആരുണ്ട് കവിത? ഇവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഫ്രണ്ടിന്റെ മോളും എൻ്റെ മക്കളും ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിനെ ഞാനിപ്പോ വിളിക്കാം. ഹായ് സുരേഷ്, വളരെ ഭാഗ്യമുള്ള ഒരാളാണല്ലോ. തീർച്ചയായിട്ടും വയറിന്റെ കാര്യത്തിൽ ഭാഗ്യം തന്നെയാണ്. എല്ലാ ദിവസവും കവിത എങ്ങനെ നല്ല ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി തരുന്നേ? പിന്നെ ഞാനിപ്പം എല്ലാ ദിവസവും ലഞ്ചിന് വീട്ടിൽ വന്നു തുടങ്ങി. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റംസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ മക്കളെയും എൻ്റെ ഫ്രണ്ടിനെയും എല്ലാരെയും ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആരൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ? ഇതെന്റെ ഫ്രണ്ടാണ് മഞ്ജു. ഹായ് മഞ്ജു. മഞ്ജുവിന്റെ മകളാണ് അമൃത. ഹായ്. പിന്നെ ഇവരെ നേരത്തെ പരിചയപ്പെട്ടുവല്ലോ. നേരത്തെ പരിചയപ്പെട്ടു. അവരാണല്ലോ ഹെൽപ്പ് ചെയ്തേ പ്രൈമറിലി അല്ലേ? അതെ അതെ. സോ മഞ്ജു, ഇതുപോലുള്ള പല പല ഐറ്റംസ് കവിത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ടോ? പിന്നെ എപ്പോഴും ഇവിടെ വരുമ്പം വയറ് ഫുള്ളായിട്ട് തിരിച്ച് പോവാൻ പറ്റുക. ഷീസ് എൻ അമേസിംഗ് കുക്ക്. ഓ വണ്ടർഫുൾ. ഓക്കെ, നമുക്കത് കട്ട് ചെയ്യാം. സോ കേക്ക് കട്ട് ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ. എല്ലാരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാന്ന് മുഖം നോക്കുമ്പോഴേ എനിക്കറിയാം. അപ്പൊ നിങ്ങൾ പറയൂ, എങ്ങനെ ഇരിക്കുന്നു ഈ അമേസിംഗ് കേക്കിന്റെ രുചിന്ന്? ശരിക്കും എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് കോക്കനട്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ട്. താങ്ക് യു. ഇറ്റ്സ് അമേസിംഗ്. ആ മധുരവും സോഫ്റ്റ്നെസ് എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ കോക്കനട്ട് ഫ്ലേവർ വെരി അപ്രോപ്രിയേറ്റ് ഫോർ ദ സീസൺ. അമേസിംഗ്. ഞാൻ ഇത് ഉണ്ടാക്കിയ കവിതക്കും കൂടി അഭിപ്രായം പറയാൻ ഒരു പീസ് കൊടുക്കാം. സ്വാഗതം. സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഒക്കേഷന് പറ്റിയൊരു ഫ്ലേവറാണ്. അപ്പം എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. വിചാരിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ മറുനാടൻ മലയാളികളുടെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ കാണിക്കാനായിട്ട് ഫ്ലവേഴ്സ് TV തന്ന ഓപ്പർച്യൂണിറ്റിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ആൻഡ് താങ്ക് യു ഷാന. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. ഹാപ്പി ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് കവിത. താങ്ക് യു സോ മച്ച് ടു ഓൾ ഓഫ് യു ഇത് വന്ന് ടേസ്റ്റ് ചെയ്തേന്. കവിത, ഇത് വളരെ ഒരു യുണീക്ക് കേക്കാണ്. സോ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. കനറ്റിക്കറ്റിലുള്ള എല്ലാവർക്കും ഇത് ടേസ്റ്റ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു അഗൈൻ കവിത. താങ്ക് യു. കനറ്റിക്കറ്റിൽ നിന്നുള്ള കവിതയുടെ സദ്യ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കവിത ഷുഗർ ആൻഡ് സ്പൈസ് യൂട്യൂബ് ചാനലിൽ ഇതുപോലെ പല പല എക്സൈറ്റിംഗ് റെസിപ്പീസും കേക്കിന്റെ റെസിപ്പീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു ഓണ സമയത്ത് നിങ്ങളുടെ ഓണത്തിന് ഡബിൾ മധുരം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ സദ്യയ്ക്ക് ശേഷം ഈ ഒരു അമേസിംഗ് ഓണ സദ്യ കേക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനും എൻ്റെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വീണ്ടും പുതിയൊരു എക്സൈറ്റിംഗ് റെസിപ്പി ആയിട്ട് ഫ്ലവേഴ്സ് USA ഓണസദ്യ പ്രോഗ്രാമിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. This is Shana signing off, wishing you all a happy and prosperous Onam. Bye bye.